ഏകാദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാവട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ, ഏഷ്യ പസഫിക് ഭദ്രാസനത്തിലെ ജിയോസിസം മ്യൂസിയമിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലണ്ടൻ ചിന്തകളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ നോയമ്പിൽ കൂടി പങ്കുകാരായിരിക്കുവാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകിയിരിക്കുക. നോമ്പെന്ന് പറയുന്നത് ഒരു വലിയ യാത്രയാണ്. നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ ഓരോ കാര്യങ്ങൾക്കും ചെലുത്താറുണ്ടെന്ന് നമുക്ക് ഓരോ വ്യക്തികൾക്കും അറിയാം. ഒരു യാത്രയ്ക്ക് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം, യാത്രയിൽ എന്തെല്ലാം ആവശ്യങ്ങൾ, യാത്രയിൽ എന്തെല്ലാം അപകടങ്ങൾ, ഇതൊക്കെ നമുക്കൊരു എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടാവാം. പക്ഷേ നോമ്പാകുന്ന യാത്രയിൽ നാം ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ? എത്രമാത്രം ശ്രദ്ധ നോമ്പുകൾക്ക് കൊടുക്കാറുണ്ടോ എന്ന് ചിന്തിക്കണം. ഫാസ്റ്റിംഗ് ഈസ് ഫീസ്റ്റിംഗ് വിത്ത് ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവത്തോട് കൂടി പന്തിഭോജനം കഴിക്കുന്ന അനുഭവമാണ് നോമ്പെന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, മിത്രങ്ങളാവാം, പേരൻസ് ആവാം, ആരുമായിക്കൊള്ളട്ടെ, ഇവരുമായി സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടമാണല്ലോ. നമ്മൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ തമ്പുരാനോടൊത്ത് പന്തിഭോജനം, അവരോടൊപ്പം വസിക്കുന്ന അനുഭവമാണ് നോമ്പെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്. ദൈവത്തോടു കൂടെ ആയിരിക്കാൻ ഗാനങ്ങളിലൂടെയും ഒക്കെ നാം പാട്ടുകൾ പാടി ആയിരിക്കുന്നത് എത്ര മോദമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ജീവിതമാകുന്ന യാത്രയുടെ ഈ നോമ്പിൽ നാം തമ്പുരാനോടുകൂടി എത്രമാത്രം ചേർന്ന് വസിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദൈവിക നിറവുകൾ, ഈ വിദ്യാഭ്യാസം, ഈ കുടുംബ അന്തരീക്ഷങ്ങൾ ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ നിറവാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാവണം. ഫാസ്റ്റിംഗ് ഈസ് ഫീസ്റ്റിംഗ് വിത്ത് ഗോഡ്. ദൈവത്തോട് കൂടെ പന്തിഭോജനം കഴിക്കുന്ന അനുഭവം. ഓരോ നോമ്പും ആ വിനയത്തോടെ തമ്പുരാനോടൊപ്പം വസിക്കുന്നതാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം ഇട നൽകട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.